വിതുരർ പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? നമുക്ക് നോക്കാം. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജീവാത്മാവ് വീണ്ടും ഭൗതിക കെട്ടുബന്ധനങ്ങളിൽപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്? നല്ല ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് മൈത്രേഷി പറയുന്നു, നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ജനിക്കുന്നുണ്ടോ? ഇല്ല. മരിക്കുന്നുണ്ടോ? ജീവിക്കുന്നുണ്ടോ? ഇല്ല. ശരീരമാണ് ഇങ്ങനെ മാറിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ ശരീരം എടുക്കുന്നത് കൊണ്ട് ഈ ശരീരമാണ് നമ്മൾ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അശുദ്ധി വരും. പക്ഷേ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അശുദ്ധിയില്ല. നമ്മൾ ആത്മാവിനെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുദ്ധമായി. ജീവാത്മാവ് എന്തുകൊണ്ടാണ് ക്ലേശത്തിൽ പെട്ടുപോകുന്നത്? ജീവാത്മാവിന് സ്വയം ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ജീവാത്മാവിന് ഇവിടെ പറയുന്നു, ഒരു സ്വപ്നത്തിൽ നമ്മൾ നമ്മുടെ തല അറക്കുന്നതായിട്ട്, ആരെങ്കിലും നമ്മുടെ തല കട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല, സ്വപ്നമാണ്. എന്നിട്ട് ഇതേപോലെയാണ് നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരം ഒരു സ്വപ്നമാണ്. ജനനം മുതൽ മരണം വരെ കാണുന്ന സ്വപ്നം. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമല്ലേ? കാരണം എന്താണ്? ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്കുടനെ ഒരു ആനന്ദം ലഭിക്കും. കാരണം എന്താ? നമ്മൾ ആത്മാവിനെ സ്പർശിച്ചു തുടങ്ങി. അതാണ്. ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ കേട്ട് നമ്മളെ തിരിച്ചറിയണം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? സ്വപ്നത്തിൽ നമ്മൾ നമ്മുടെ തല ഇറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ശരീരം ഇവിടെ കിടക്കുകയാണ്. പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നു ആരോ നമ്മുടെ തല ഇറക്കുന്നതായിട്ട്. അതേപോലെ ആത്മാവ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു ജീവാത്മാവ് നമ്മൾ ഉറങ്ങുമ്പോൾ എങ്ങനെയാണോ സ്വപ്നം കാണുന്നത്, അതേപോലെ ആത്മാവ് കാണുന്ന സ്വപ്നമാണ് ഈ ശരീരം. ആത്മാവ് ജനനം മുതൽ മരണം വരെ കാണുന്ന സ്വപ്നമാണ് ഈ ശരീരം. ആത്മാവിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ സ്വപ്നമാണ് കഴിഞ്ഞ ജന്മത്തിലെ ശരീരം. ഇങ്ങനെ ആത്മാവ് തുടരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വപ്നത്തിൽ നിന്നും, ഈ ഉറക്കത്തിൽ നിന്നും നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയും. ഇതിലിവിടെ ഒരു ഉദാഹരണം നൽകുന്നത് എന്താ? ചന്ദ്രനെ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റും, അല്ലേ? ആ ചന്ദ്രന്റെ പ്രതിബിംബം നമ്മൾ നോക്കുമ്പോൾ ആ വെള്ളം അനങ്ങുന്നതിനനുസരിച്ച് ചന്ദ്രന്റെ പ്രതിബിംബം അനങ്ങുന്നതായിട്ട് കാണും, അല്ലേ? പക്ഷെ ഒറിജിനലി ചന്ദ്രൻ അനങ്ങുന്നുണ്ടോ? ഇല്ല. ചന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അതേപോലെ ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഈ ശരീരമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണോ ജലം അനങ്ങുമ്പോൾ ചന്ദ്രൻ അനങ്ങുന്ന പോലെ തോന്നുന്നത്, അതേപോലെ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ എപ്പോഴും ഓർക്കുക, ചന്ദ്രൻ്റെ പ്രതിബിംബം പോലെയാണ്. പ്രതിബിംബം അനങ്ങുന്നുണ്ട്, ചന്ദ്രൻ അനങ്ങുന്നില്ല. അതുകൊണ്ട് ശരീരത്തിന് പല ക്ലേശങ്ങളും അതും ഇതൊക്കെ വരുന്നുണ്ട്, സുഖം വരുന്നുണ്ട്, ദുഃഖം വരുന്നുണ്ട്. പക്ഷെ ആത്മാവ് ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആത്മാവ് പരമാനന്ദത്തിലാണ്. ആത്മാവിന് ക്ലേശങ്ങളില്ല. ആത്മാവ് എപ്പോഴും ആനന്ദത്തിലാണ്. ആ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ പരമാത്മാവിനെ തിരിച്ചറിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആത്മീയ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും ആനന്ദമാണെങ്കിൽ, കേൾക്കുന്ന നിങ്ങൾക്ക് ഇത്രയും ആനന്ദമാണെങ്കിൽ, ആ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും ആനന്ദം? അടിപൊളിയായിരിക്കും. എന്നിട്ട് ആ ആനന്ദത്തിൽ നിൽക്കുന്ന സമയത്ത് പരമാത്മാവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചാൽ അത് അടുത്ത ലെവലിലുള്ള ആനന്ദമായിരിക്കും. കേൾക്കാൻ നല്ല സുഖം. നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. ചന്ദ്രൻ്റെ പ്രതിബിംബം പോലെയാണ്. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ഇതിലോട്ട് പെട്ടുപോകുമ്പോൾ വീണ്ടും ആ ദുഃഖത്തിലേക്ക് പോവല്ലേ? ഇതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നു, വാസുദേവ അനുകമ്പയാ. ദിസ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. വാസുദേവ അനുകമ്പയ. വാസുദേവന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തിൽ നിന്ന് നമുക്ക് ഉണരാൻ ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്താണ്? വാസുദേവ അനുകമ്പയ.
വാസുദേവന്റെ കാരുണ്യം. അന്നേരം ഭഗവത് ഭക്തി യോഗത്തിലൂടെ എന്ത് പറ്റും? കുറേച്ച് ഭക്തി യോഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക. അല്ലാതെ ശരീരമല്ല ആത്മാവാണ്, ശരീരമല്ല ആത്മാവാണ്, ശരീരം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറക്കും. ചന്ദ്രന്റെ പ്രതിബിംബം എന്നൊക്കെ ഓർമ്മ വരും, കേൾക്കുമ്പോൾ കൊള്ളാം, പറയുമ്പോഴും കൊള്ളാം. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ വീണ്ടും മറന്നു. പക്ഷെ ഒരു വഴിയേ ഉള്ളൂ, എന്താണ്? വാസുദേവ അനുകമ്പയ. വാസുദേവ അനുകമ്പ എങ്ങനെ വീഴും? ഭഗവത് ഭക്തി യോഗേന. ഭക്തി എന്ന് പറഞ്ഞാൽ ഏതാ? അന്യാഭിലാഷിത. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സേവനം കുറിച്ച് ഇങ്ങനെ ചെയ്ത് 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 തിരോധത്തെ ശനേറിയ. കുറച്ചായിട്ട് ഈ രോഗമില്ലേ, രോഗം ഒറ്റയടിക്ക് മാറത്തില്ലല്ലോ. ഗ്രാജുവലി ക്രമേണ കുറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും.